നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജനുവരി മാസം 15-ാം തീയതി 1201 ആണ്ട് മകരമാസം 1-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ഉദയ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട അത്ര ശുഭനക്ഷത്രമല്ല. ഇന്ന് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട ശുഭനക്ഷത്രമല്ല. ഇപ്പോൾ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമല്ല. ശുഭകാര്യങ്ങൾക്ക് അത്ര അനുകൂലപ്രദമായ നക്ഷത്രമല്ല. ഇന്ന് മകരം 1 ഇപ്പോൾ നല്ല മകരമാസം ശുദ്ധമാസങ്ങളിലൊന്നാണ്. ഇപ്പോൾ ശുദ്ധമാസത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസമാണ് എങ്കിൽ പോലും ഇന്നത്തെ നക്ഷത്രം അത്ര നല്ലതല്ല. തൃക്കേട്ട കരുനാൾ നക്ഷത്രമാണ്. അതുകൊണ്ട് ഇന്ന് ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് നല്ലത്. ദിവസം കൊള്ളാം, നക്ഷത്രം കൊള്ളൂല. അപ്പോൾ 50-50 ഫലത്തെ ഇന്ന് എടുക്കാവൂ. അത്യാവശ്യമെങ്കിൽ ചെയ്യാം, അത്യാവശ്യമല്ലെങ്കിൽ മാറ്റിവെക്കണം. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് മകരമാസം 1-ാം തീയതി മകരമാസത്തിലെ തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട മകരത്തിൽ ഒരു പ്രാവശ്യം കൂടി വരും 27 ദിവസം കഴിയുമ്പോൾ. എങ്കിലും ഇന്ന് ബർത്ത്ഡേ എടുക്കുന്നവർ ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഭാഗ്യദായകമാണ്, അതിന് സംശയമില്ല. വ്യാഴാഴ്ച കിട്ടിയിരിക്കുകയാണ്. സാമ്പത്തിക പുരോഗതിക്കും ഐശ്വര്യത്തിനും സമാധാനത്തിനും അപ്രതീക്ഷിത നേട്ടങ്ങൾക്കും നിങ്ങൾക്ക് ഈ ഒരു വർഷം സഹായകരമായി തീരും. സാമ്പത്തിക പുരോഗതിക്ക് ഇടവരും. പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടത്തെ സൂചിപ്പിക്കുന്ന ദിവസമാണ് വ്യാഴാഴ്ച. വ്യാഴാഴ്ച കിട്ടിയ സ്ഥിതിക്ക് സാമ്പത്തിക നേട്ടത്തിനിടവരും. പ്രത്യേകിച്ച് ഊഹ കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട് എന്നുവെച്ചാൽ അപ്രതീക്ഷിത ധനം വരുന്ന മാർഗങ്ങൾ, അത് ബാങ്കിങ് മേഖലയായാലും ശരി, റിയൽ എസ്റ്റേറ്റ് ആയാലും ശരി, അതേപോലെ ഷെയർ മാർക്കറ്റ് ആയാലും ശരി, മറ്റ് ധനമാർഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും. അപ്പോൾ ഇന്ന് ഓരോ കാര്യത്തിനിറങ്ങുമ്പോഴും രാവുകാലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് യാത്രയ്ക്ക് മാത്രമേ രാവുകാലം ബാധകമുള്ളൂ. 1:30 മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാവുകാലം 2 മണിക്ക് തുടങ്ങുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞ് രാവുകാലം ആരംഭിക്കുകയുള്ളൂ. 3:26 വരെ രാവുകാലം ഉണ്ട് താനും. അതുപോലെ യമകണ്ഠ കാലസമയവും ഗുളിക കാലസമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതിൽ ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം 9:42 തൊട്ട് 11:08 വരെയും, യമകണ്ഠ കാലസമയം 6:49 തൊട്ട് 8:18 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. അഭിജിത്തിൻ്റെ സമയം വരുന്നത് 12:10 തൊട്ട് 12:58 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. 48 മിനിറ്റ് നേരം. ഇന്ന് ദിവസം തൃക്കേട്ട നക്ഷത്രമാണ് ഒക്കെ ആണെങ്കിൽ പോലും അഭിജിത്തത്തിന് ഇതൊന്നും ബാധകമല്ല. അഭിജിത്തിൻ്റെ സമയത്ത് ചെയ്യുന്നതെല്ലാം ശോഭിക്കും. അതുപോലെ ഓരോ കാര്യത്തിനിറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. മഞ്ഞ കളറോ അല്ലെങ്കിൽ ഗോൾഡൻ കളറോ ആയിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ഓരോ കാര്യത്തിനിറങ്ങുന്നത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാനും ഈ ദിവസത്തിൻ്റെ നെഗറ്റീവ് പോയി പോസിറ്റീവ് ആഗിരണം ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.